very welcome back my YouTube channel. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് ടെക്നോ പാർക്കിലെ ഇൻഫോ പാർക്കിലെ അതുപോലെ തന്നെ സൈബർ പാർക്കിലെ വാക്കൻസീസ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിനകത്ത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കുറച്ച് വാക്കൻസീസ് സൈബർ പാർക്കിനകത്ത് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പറയാൻ വേണ്ടി പോണത് നമ്മുടെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് വാക്കൻസീസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മുടെ ചാനലിനകത്ത് മോസ്റ്റ് ഡിമാൻഡഡ് അല്ലെങ്കിൽ DM ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ജോബ് വാക്കൻസീസ് പറയാൻ വേണ്ടി പറയുന്നത് അല്ലെങ്കിൽ DM ചെയ്യുന്നത് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടെക്നോ പാർക്കിലെ ഇൻഫോ പാർക്കിലെ സൈബർ പാർക്കിലെ ഈ ഒരു ഫിനാൻസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കൻസീസ് കമ്പൈൻസ് ഇട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നത്തെയും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ പറയുന്നത് ന്യൂ ആയിട്ട് അല്ലെങ്കിൽ ന്യൂ ഒരു ഓഡിയൻസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വാക്കൻസി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടില്ല. ഞാൻ ചെയ്യുന്നത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരികയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് വാക്കൻസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടി ആയിട്ട് തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി മേ ബി റിപ്ലൈ തരാത്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു എക്സ്പയർഡ് ആയിട്ടുള്ള ജോബ് വാക്കൻസി ആണെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുള്ളത്, റിപ്ലേസ് ചെയ്യാൻ മാക്സിമം പറയാറുണ്ട്. ആ ജോബ് വാക്കൻസി എക്സ്പയർഡ് ആയി പോയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ റിപ്ലൈ തരാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാക്കൻസിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോണത് നമ്മുടെ ഒരു ടെക്നോ പാർക്കിൽ വരുന്ന ഫിനാൻസ് റിലേറ്റഡ് ജോബ് വാക്കൻസിയാണ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റിൽ വന്നിട്ട് വാക്കൻസി ചോദിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്ത് തരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോണത് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കൻസിയാണ്. നമ്മുടെ ടെക്നോ പാർക്കിനകത്താണ് ഈ ഒരു വാക്കൻസി വരുന്നത് കേട്ടോ. ഫസ്റ്റത്തെ വാക്കൻസി വരുന്നത് ഫിനാൻസ് ട്രെയിനിയുടെ ഒരു വാക്കൻസിയാണ്. ജസ്റ്റ് ഹെഡ്ലൈൻ മാത്രം അല്ലെങ്കിൽ ഒരു ജോബ് വാക്കൻസി എന്താണോ അത് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കൊരു ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ലെങ്ത് ആയി പോകും. ഇതന്നെ ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് മേക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിനാൻസ് ട്രെയിനിയുടെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട്സ് മാനേജറിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. PMO ഫിനാൻഷ്യൽ അനലിസ്റ്റിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ ഓപ്പറേഷൻസ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി ഒക്കെ മിക്സപ്പ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നൊരു വാക്കൻസിയാണ് നമ്മുടെ സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു മാനേജർ അക്കൗണ്ട്സിലൊരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട്സ് മാനേജറിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. ഫിനാൻസ് ട്രെയിനി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് ട്രെയിനി. പിന്നെ സീനിയർ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറിൻ്റെ വാക്കൻസി. അക്കൗണ്ട്സിൻ്റെ വാക്കൻസി, അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി, അക്കൗണ്ടൻറ്റ് ടാലിയിൽ എക്സ്പീരിയൻസ് വരുന്ന ഒരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സീനിയർ അക്കൗണ്ടൻറ്റ്, ഒരുപാട് സീനിയർ അക്കൗണ്ടിൻ്റെ വാക്കൻസി ഉണ്ട്. ഇപ്പോൾ ഒരു 4ാമത്തെ സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും വാക്കൻസീസാണ് നമുക്ക് എന്ത് വരുന്നത്, ടെക്നോ പാർക്കിനകത്ത് വരുന്നത്. ഓക്കെ, ടെക്നോ പാർക്കിനകത്ത് ഞാനൊരു 5-6 ഒരു അക്കൗണ്ട്സ്, അതായത് അക്കൗണ്ട്സിൽ വരുന്നതും ഫിനാൻസിൽ വരുന്ന ഒരു വാക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 5 എണ്ണം നമ്മുടെ ഒരു സീനിയർ പോസ്റ്റിൽ വരുന്ന അക്കൗണ്ട്സ്, അതുപോലെ അക്കൗണ്ട്സ് മാനേജർ, അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ വരുന്ന ഒരു 5 എണ്ണം, അതുപോലെ ഫിനാൻസിൽ ഒരു 7 വാക്കൻസി അല്ലെങ്കിൽ ഒരു 5 വാക്കൻസിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലൊന്നും പെടാത്ത വാക്കൻസീസ് വന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കരുത്. ഓക്കെ, കാരണം എന്താ പറയുക, ചില ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലിങ്ക്. അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻ ആവും, ഇത് ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഈ വീഡിയോ ഞാൻ വീണ്ടും ഇരുന്ന് ഇങ്ങനെ കാണും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നിങ്ങൾ മാക്സിമം ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല ഒരു വാക്കൻസി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഇന്ന വാക്കൻസി നിങ്ങൾ ഷെയർ ചെയ്യാമോ, അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ മേക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ട് മേക്ക് ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ കണ്ട് അതും പറയാം കേട്ടോ. എനിക്കതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ നല്ലൊരു വീഡിയോ മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ HR-ൻ്റെ വാക്കൻസീസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ഷെയർ ചെയ്യാൻ മറന്നിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടി പോണത് ഇൻഫോ പാർക്കിനകത്ത് വരുന്ന വാക്കൻസീസ് ആണ് കേട്ടോ. അതിൽ പറയുന്നത് ഫസ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വാക്കൻസിയാണ് പറയാൻ വേണ്ടി പോണത്. പിന്നെ ഫിനാൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിലൊരു വാക്കൻസി ഉണ്ട്.
റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കൻസിയാണ്. അതായത് ഫിനാൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിവൈസബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കൻസി വരുന്നുണ്ട്. ട്രെയിനി അക്കൗണ്ടൻറ്റിൻ്റെ വാക്കൻസി വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ട് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ സീനിയർ അക്കൗണ്ട് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വാക്കൻസി വരുന്നുണ്ട്. പിന്നെ ഒരു നോർമലായിട്ടുള്ളൊരു അക്കൗണ്ടൻ്റ് ഒരു വാക്കൻസി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഞാനൊന്ന് ഹെഡ്ലൈൻ, അതായത് എന്താണോ വാക്കൻസി അത് മാത്രം ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് A to Z വരെ, അതായത് ഒരു കമ്പനിയുടെ പേര്, ലൊക്കേഷൻ, പിന്നെ എക്സ്പീരിയൻസ്, അതുപോലെ സാലറി പാക്കേജ്, അങ്ങനെ എന്തൊക്കെ എല്ലാ ആ ഒരു ഡെസിഗ്നേഷന് വേണ്ടിയുള്ള എല്ലാ, അല്ലെങ്കിൽ ആ ഒരു വാക്കൻസിക്ക് വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഫോ പാർക്കിനകത്ത് വരുന്ന ഒരു വാക്കൻസി പറയുന്നത് അക്കൗണ്ട്സിൽ കേട്ടോ. ഇനി നമുക്ക് ഫിനാൻസിൽ നോക്കാം വാക്കൻസി വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻസിൽ വരുന്നത് ഇന്റേൺഷിപ്സ് ഒന്നുമില്ല കേട്ടോ. കുറേ പേര് ഇന്റേൺഷിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിനാൻസിൽ നമുക്ക് വാക്കൻസീസ് ഒന്നും കാണാനില്ല. ഒരു വാക്കൻസി ഫിനാൻസിൽ കാണാനുണ്ട് കേട്ടോ. ഫിനാൻസ് കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കൻസി കാണാനുണ്ട്. പിന്നെ ഹെഡ് ഓഫ് ഫിനാൻസിൽ ഒരു വാക്കൻസി കാണാനുണ്ട്. പിന്നെ ഫിനാൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഒരു വാക്കൻസി കാണാനുണ്ട്. ഫിനാൻസ് മാനേജർ ഒരു വാക്കൻസി, പിന്നെ ഫിനാൻസ് മാനേജറിൽ വേറൊരു വാക്കൻസി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കൻസിയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഇൻഫോ പാർക്കിനകത്ത്. പിന്നെ സൈബർ പാർക്കിനകത്ത് ആ 2 വാക്കൻസീസ് നമുക്ക് വരുന്നുള്ളൂ. ഒന്ന് സീനിയർ അക്കൗണ്ടൻ്റ് ഒരു വാക്കൻസിയും പിന്നെ നമുക്ക് വരുന്നത് അക്കൗണ്ട് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വാക്കൻസി മാത്രമാണ് നമ്മൾ സൈബർ പാർക്കിനകത്ത് കാണുന്നത്. അതായത് സൈബർ പാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കോഴിക്കോടാണ് സൈബർ പാർക്ക് വരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അറിയാത്ത അതിനുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത്രയും നമ്മുടെ വീഡിയോ, അതായത് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻ്റായിട്ട് റിപ്ലൈ ആയിട്ട് തരും. പിന്നെ പറഞ്ഞത് ഒരുപാട് ലെങ്ത് കൂട്ടണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 1 നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ബാക്കി ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്രയേ ഞാൻ വീഡിയോയ്ക്ക് അത് പറയുന്നുള്ളൂ, ഭയങ്കര ചുരുക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.